ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞങ്ങളെല്ലാവരും ബ്രിട്ടാനിയയുടെ ആനുവൽ ജനറൽ മീറ്റിംഗ് ഗോവയിൽ വെച്ച് കൂടുവാനാണ് പോകുന്നത്. കൊച്ചി എയർപോർട്ടിൽ നിന്നും മാത്യുവും മഹേഷും ഗോപനും സൂര്യയും അതോടൊപ്പം തന്നെ ശ്രീനാഥും ഹൈജിത്തും ഞാനും കൂടി ജോയിൻ ചെയ്താണ് പോകുന്നത്. ഞങ്ങളെല്ലാവരും ആദ്യമേ ബോർഡിങ്ങൊക്കെ എടുത്തു. ഡിജി ആപ്പി വെച്ച് എൻട്രിയായി നേരെ ബോർഡിംഗ് പാസിലേക്ക് പോകുന്നു. വെയിറ്റേജ് എല്ലാം ഈക്വലായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നു. സന്തോഷത്തോടുകൂടി നടന്ന് എല്ലാവരും ഹാപ്പി ആയിട്ട് പോകുന്നു. നമ്മുടെ ഗോപൻ്റെ സ്റ്റൈലായിട്ടത് എപ്പോഴും. മഹേഷിനും രാകേഷിനും എന്തോ ഒന്ന് നമ്മളോട് പറയാനുണ്ട്. മീറ്റിങ്ങിനെ പറ്റിയാവാം, യാത്രയെ പറ്റി ആയിരിക്കാം, എന്താണെന്നും കേട്ടിട്ട് പോവാം. നാളെ രാത്രി ഞങ്ങൾ തിരിച്ച് കേരളത്തിൽ എത്തുന്നതാണ്. ഒരു ദിവസത്തെ ചെറിയ യാത്ര. അനിൽ സാറിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുകയാണ്. ഒരു മികച്ച യൂട്യൂബറാണ്, തോമസ് ഇൻഫോർമേറ്റീവ്. അങ്ങനെ പതുക്കെ പ്ലെയിനൊക്കെ സ്റ്റാർട്ട് ചെയ്തു. സൺസെറ്റൊക്കെ കണ്ടു. രാവിലെ ആയതുകൊണ്ട് ഇതൊന്നും നേരത്തെ കാണാറില്ല, പക്ഷെ അതിമനോഹരമായ സൺസെറ്റും കണ്ട് സൂര്യോദയവും കണ്ട് നല്ല രീതിയിൽ യാത്ര പോവുകയാണ് ഗോവയിലേക്ക് എത്തുവാൻ വേണ്ടി. ഏകദേശം 7:30 ഗോവയിൽ എത്തുകയും ചെയ്തു. ബാഗും ലഗേജും എല്ലാം കളക്ട് ചെയ്തു. ഉടൻ തന്നെ നമ്മുടെ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. നേരെ കമ്പനി റെഡിയാക്കി തന്ന ഹോട്ടലിലേക്ക് പതുക്കെ ഞങ്ങളെല്ലാവരും യാത്ര തിരിച്ചു അങ്ങോട്ട്. കൂടെ വായോ. ട്രീബോയിൻ്റെ ഹോട്ടലാണ് ബുക്ക് ചെയ്ത് തന്നത് ഫ്രഷപ്പിന് വേണ്ടി. റൂം അത്യാവശ്യം കുഴപ്പമുണ്ടായിരുന്നില്ല. ഞങ്ങൾ ആദ്യമേ കയറി, അപ്പോഴേക്കുമാണ് കൂട്ടുകാരടുത്ത് വണ്ടിയിൽ എത്തിയത്. അവരെയും ഞങ്ങൾ ഇവിടെ നിന്ന് വെൽക്കം ചെയ്ത്, ബാൽക്കണിയിൽ നിന്ന് വെൽക്കം ചെയ്ത് വന്നു. എല്ലാവരും ഫ്രഷപ്പായി പുറത്തേക്കും പോന്നു. മീറ്റിങ്ങിന് എത്തുവാൻ വേണ്ടി എല്ലാം റെഡിയായി പുറത്തേക്ക് ഇറങ്ങി. കാർത്തിയും സുരേഷും മാത്യുവും സൂര്യയും പുരുഷോത്തമനും അങ്ങനെ ബാക്കിയുള്ള എല്ലാവരുമായിട്ട് ഞങ്ങളങ്ങ് പതുക്കെ യാത്ര തിരിച്ചു. ഞങ്ങളുടെ വണ്ടി വരാത്തതുകൊണ്ട് ഞങ്ങൾ ഗോവൻ ബസ്സിലേക്കാണ് ആദ്യമേ പോയി കയറിയത്. എന്ത് ചെയ്യാൻ, ഭാഷയും സ്ഥലവും അറിയില്ലാത്തതുകൊണ്ട് കണ്ടക്ടർ ഏതോ ഒരു ഹുവാ ഗവയിൽ കൊണ്ടുപോയി നിർത്തി. അവിടെ നിന്ന് ഞങ്ങൾ വേറെ ബസ് ചോദിക്കുന്നു, നടക്കുന്നില്ല. പിന്നെ എല്ലാവരും ഒരു രീതിയിൽ ഫോണെടുത്ത് വിളിക്കുന്നു, ഗൂഗിൾ നോക്കുന്നു, ചുറ്റിക്കറങ്ങിയ ഒരു രീതിയിൽ. അവസാനം നേരെ ബൾബ് കത്തി. പിന്നെ നമ്മുടെ കുതിരവട്ടം പപ്പുവിൻ്റെ സ്റ്റൈലായിരുന്നു ടാസ്കി വിളിക്കടേ ടാസ്കി. പിന്നീട് ഒരു കാത്തുനിൽപ്പായിരുന്നു കുറേ നേരത്തേക്ക്. ഫൈനലി ഒരു ടാക്സി ഡ്രൈവറെ ഒപ്പിച്ചെടുത്തു. അതിന് ഒന്നല്ല 2 പേരെ ഒപ്പിച്ചു. ആ 2 പേരിലും കൂടി ചേർന്ന് ഞങ്ങളെ സ്പ്ലിറ്റ് ചെയ്ത് നേരെ ഞങ്ങൾക്ക് കമ്പനി മീറ്റിംഗ് പറഞ്ഞ സ്ഥലത്തേക്ക് അങ്ങ് പറപ്പിച്ച് വിടുകയാണ് ചെയ്തത്. നല്ല മനോഹരമായ യാത്രയും സൈഡിലെ കേരളം പോലെയുള്ള എന്താ പറയുക ഭംഗിയുള്ള യാത്രയെ കണ്ട് നേരെ ഞങ്ങളുടെ ഹോട്ടലിലേക്ക് എത്തുന്നു. വണ്ടിയും സ്പീഡിലാണ് പോണേ. അങ്ങനെ ഫോർച്യൂൺ റിസോർട്ടിലെത്തി. കമ്പനി പ്രൊവൈഡ് ചെയ്ത ടീഷർട്ടും എല്ലാവരും ഇട്ട് നേരെ മീറ്റിംഗ് ഹാളിലേക്ക് കയറുന്നു. മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നു. പിന്നെ ഉച്ചവരെ മീറ്റിംഗ്. കമ്പനി പ്രൊവൈഡ് ചെയ്ത ലഞ്ചും ഉച്ചയ്ക്ക് കഴിച്ചതിന് ശേഷം വീണ്ടും ഒരു സെറ്റ് മീറ്റിങ്ങോടെയും കയറി വൈകിട്ട് നല്ല ചായയും ചെറിയ ചെറിയ തമാശകളും പറഞ്ഞ് നല്ല ചൂടൻ ചായയും കുടിച്ച് അങ്ങിരിപ്പായിരുന്നു. അതിനുശേഷമാണ് ഞങ്ങളുടെ റൂമിൻ്റെ കീയും ഇതെല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്തത്. ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന റൂം 3rd ഫ്ലോറിലായിരുന്നു. അങ്ങനെ താക്കോലും വാങ്ങി ഞാനും മാത്യുവും ഒരുമിച്ച്
മൂന്നാമത്തെ നിലയിലേക്ക് പോകുന്ന രംഗമാണ്. സൈഡിലൂടെ നടന്ന് ഞങ്ങൾ കുറേ പേരുണ്ട്. അതിൻ്റെ ഇടയിൽ മഴയും പെയ്തപ്പോൾ കുടയില്ലാത്തതുകൊണ്ട് പെട്ടി തന്നെ ശരണമായിട്ട് പിടിച്ച പോയിക്കൊണ്ടിരിക്കുന്നത്. റൂമിലുള്ള ബാൽക്കണി ഒന്നും പറയാനില്ല, സൂപ്പർ. നല്ല ആംബിയൻസ്, മഴയും ചെറു കാറ്റോടെയും വീശുമ്പോൾ കിട്ടുന്നൊരു കുളിരുണ്ട്. വാ, നല്ല. എന്തായാലും ഉറങ്ങി നല്ലതുപോലെ എഴുന്നേറ്റ് രാവിലെ കുളിച്ച് ഫ്രഷപ്പായി വീണ്ടും ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പൂളിൻ്റെ സൈഡിലേക്കിടെ പോലെ ഞങ്ങൾ പോകുന്നു. കാര്യമായിട്ടൊന്നും കഴിക്കാൻ ശ്രമിച്ചില്ല. ഫുഡുകൾ ആവശ്യത്തിനുണ്ടായിരുന്നു. എന്നാലുപരി കോണ്ടിനെൻ്റൽ ഫുഡും അതേപോലെ തന്നെ നമ്മുടെ നാടൻ മസാല ദോശയും 2 ഓംലേറ്റും ഇതെല്ലാമാണ് ഞാനെടുത്തത്. അതിൻ്റെ ഒപ്പം വിട്ടുപോയില്ല, ഒരു കോൺഫ്ലെക്സോടെ മേടിച്ചു കേട്ടോ, ഒരു മുസ്ലിം കൂടി മേടിച്ചു. എല്ലാവരും ക്യൂ ആയിരുന്നു ഇതിൻ്റെ ഒപ്പം നിന്ന് മേടിക്കാൻ വേണ്ടി. രസമായിരുന്നു രാവിലത്തെ ഫുഡ്. എന്തായാലും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊരല്പം ലേറ്റ് ആയതുകൊണ്ടാണോന്നറിയില്ല, ഏകദേശം ഫുഡൊക്കെ തീർന്നു തുടങ്ങിയായിരുന്നു. പക്ഷേ നല്ല വിശപ്പുണ്ടായതുകൊണ്ടാണോ അതോ നല്ല ആംബിയൻസ് ആണോന്നറിയില്ല, എന്തായാലും നല്ലതുപോലെ ഫുഡ് ഞങ്ങൾ അകത്താക്കിയിട്ടുണ്ട്. അതിനുശേഷം ഞാനും കൂട്ടുകാരന്മാരും ഹോട്ടലൊന്ന് ചുറ്റിക്കറങ്ങി. അപ്പോൾ മനസ്സിലായി ഇത് വളരെ ഭംഗിയായിട്ടാണ് അവർ ചെയ്തേക്കണം. എനിക്ക് മനസ്സിലേക്ക് ഓടി വന്നത് നമ്മുടെ റാംമോജി റാവു ഫിലിം സിറ്റിയുടെ ഒരു ചിത്രീകരണമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഹോട്ടൽ ചെക്ക് ഔട്ട് ചെയ്തതിന് ശേഷം ഞങ്ങളെല്ലാവരും കൂടി മീറ്റിംഗ് ആയിട്ട് ഗ്യാദർ ചെയ്ത് 1-2 കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഒരു കളർഫുൾ ഇവൻ്റ് ആയിരുന്നു. പിന്നെ എല്ലാവർക്കും ഒരു COF ഒക്കെ നൽകിയാണ് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നത്. മസ്റ്റായിട്ട് വേണ്ട ഒന്നാണല്ലോ ഗ്രൂപ്പ് ഫോട്ടോ. ഞങ്ങളുടെ സൗത്ത് ടീം എല്ലാവരും, 2 ഞങ്ങളുടെ കേരള ടീമും വിത്ത് സാറുമായിട്ടുള്ള ഒരു ഫോട്ടോസും നല്ല ഗംഭീരമായിട്ട് 1, 2, 3 ആയിട്ട് അങ്ങ് എടുത്ത് വെച്ച് ഗ്രൂപ്പ് ഫോട്ടോ ഇടണമല്ലോ. പിന്നെ അതിനുശേഷം ഇന്ന് പോകാനുള്ള കാര്യം ഡ്രൈവറായിട്ടൊന്ന് ചെക്ക് ചെയ്തു. എവിടെ പോവാം, ഈസി ആയിട്ട് പോയി വരാം എന്നും കൂടി ചെക്ക് ചെയ്തു. നമ്മുടെ കാർത്തിയായിട്ടൊരു ഹൈ ബൈ പറഞ്ഞ് ഒരുമിച്ച് വണ്ടി കയറി എല്ലാവരും യാത്ര തുടങ്ങി. മനോഹരമായ ചെറിയ നമുക്ക് തമാശകളൊക്കെ പറഞ്ഞാണ് ഞങ്ങൾ പോകുന്നത്. ആദ്യം വഴി കണ്ടപ്പോൾ ഒന്ന് നടുങ്ങിയെങ്കിലും പിന്നെ NHലേക്ക് കയറിയപ്പോൾ സന്തോഷമായി. നല്ല ഹൈവേ ഒക്കെ പറത്തി വിടാൻ പറ്റിയ രീതിയിലായിരുന്നു. അതോടൊപ്പം തന്നെ നല്ല കിടുക്കാച്ചി ബ്രിഡ്ജും അതോടൊപ്പം ഗോവയുടെ ഏറ്റവും നീളം കൂടിയ അതാൽ സൈഡ് പാലവും കയറി മനോഹരമായ രീതിയിൽ തന്നെ കേട്ടോ. അത് കാണേണ്ട ഒരു കാഴ്ചയാണ്. നിങ്ങളെല്ലാവരും വളരെ ഭംഗിയായിട്ടുണ്ട്, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട് ശരിക്കും. ഓൺ ദ വേയിൽ കാണാനുള്ള മെയിനായിട്ട് സീ കത്തീഡ്രലും ബസിലിക്ക ചർച്ചുമാണ്. ഇത് രണ്ടും ജസ്റ്റ് ഒന്ന് കയറി ഇറങ്ങി കണ്ടിട്ട് പോകുന്നു. മനോഹരം. ഇതിലൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 500 വർഷം പഴക്കമുള്ള ഒരു ബോഡിയാണ് ബസിലിക്ക ചർച്ചിൽ ഇപ്പോഴും സൂക്ഷിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ. എൻട്രി ഫ്രീ ആണ്. നമുക്കൊരു ജസ്റ്റ് കയറി ഹെറിറ്റേജ് മൗണ്ടനൊക്കെ കയറി ജസ്റ്റ് ഒന്ന് കയറി ഇറങ്ങി കണ്ടിട്ട് വരാം. മനോഹരമാണ്. ഒരു 10 മിനിറ്റ് സ്പെൻഡ് ചെയ്യാം നമുക്ക്. എന്റെ മഴക്കിന്റെ പോപ്പി കൂടാ എന്റെ മഴക്കിന്റെ പോപ്പി കൂടാ പെൺപിള്ളേരെ ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി ഗോവയുടെ പേര് സാമ്യമുള്ള ഹോട്ടലിൽ തന്നെ തെരഞ്ഞു പിടിച്ച് കയറി ഞങ്ങൾക്ക് കഴിക്കാനായിട്ട് ഇരുന്നു. കൈ കഴുകി വന്നു. ഓർഡർ ചെയ്യുന്ന മഹേഷും
കൂട്ടുകാരുമാണ്. അപ്പോൾ അറിയാലോ, അറിയാവുന്നതും അറിയാത്തതുമായ എല്ലാ ഫുഡും പുള്ളി അങ്ങ് പറയാനും വിചാരിച്ചു. തിന്നട്ടെ ഇന്ന് എന്ത് വേണമെങ്കിലും തിന്നട്ടെ. നാളെ തുടങ്ങി ഗോമുട്ട തിന്നാനുള്ളതല്ലേ. എനിക്ക് വിശക്കുന്നു. എനിക്ക് വിശക്കുന്നു. നിന്റെ കാശുണ്ടോ? പിന്നെ 20 rupees. എന്ത് വേണമെങ്കിലും കഴിച്ചോ. Order please. ഓർഡറോ? എന്ത് ഓർഡർ? ചോറുതാ. You want meal? Which type means you want? We want. Chicken fry, masala dosa, tandoori chicken, fried rice, Chicken, fried rice, parota, chapati, fish fry, chicken soup, fried rice. ഫുഡ് കഴിച്ചിറങ്ങിയതിന് ശേഷം ഞങ്ങളൊരു സൈഡ് സീൻ കാണാനായിട്ട് അങ്ങ് പോയി. പോകുന്ന വഴി ശരിക്കും പറഞ്ഞാൽ പോർച്ചുഗീസുകാർ പണിതതുപോലെ തന്നെ ചെറിയ ഇടുങ്ങിയ വഴിയിലൂടെയും അതേപോലെ 2 സൈഡിലും അതിമനോഹരമായ ബിൽഡിങ്ങും കൂടിയാണ്. റോഡ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, വളരെ സുന്ദരമായി. എന്തായാലും നല്ല യാത്രയായിരുന്നു. അതോടൊപ്പം തന്നെ ദൂരത്ത് നിന്ന് കാണാൻ പറ്റിയ നമ്മുടെ ആ ബ്രിഡ്ജും ആ പാലവും അടിപൊളി സീനാണ്. അടുത്ത ലൊക്കേഷനിലേക്ക് ഞങ്ങൾ പോയത് അവർ ലേഡി ഓഫ് ഇമ്മാക്കുലേറ്റ് കോൺസെപ്റ്റ് ചർച്ചാണ്. പഞ്ചും ചർച്ചും കൂടിയാണ് ഇതിനെ വിശേഷിപ്പിക്കുന്ന ഒരു പേര്. എന്താ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഭംഗി തന്നെയാണ് അതിൻ്റെ സ്ട്രക്ചറും ആ വ്യൂവും എല്ലാം ഇവർ ക്രമീകരിച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് ഞങ്ങൾ അടുത്ത ഒരു പോയിൻ്റ് പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വിസിറ്റ് ചെയ്ത് ഡോണ പൗലോ വ്യൂ പോയിൻ്റാണ്. നല്ല കാറ്റും മഴയും വന്നോട് ശേഷം നിങ്ങൾക്ക് ആ വ്യൂ തന്നെ കാണാൻ പറ്റും. നല്ല തിരമാലയുടെ ശക്തിയും അതോടൊപ്പം തന്നെ വെള്ളത്തിൻ്റെ ആർപ്പുവിളിയും. അച്ചാച്ചൻ വന്നല്ലോ, പേർഷ്യേന്ന് വന്നല്ലോ, ഫോറിൻ കൂടെ കൊണ്ട് തന്നല്ലോ. ഹാലലിയ ഞെക്കുമ്പോ ചാടുമ്പോ ഉയരും, അച്ചാച്ചനൊന്നു ഞെക്കിക്കേ. റോട്ടി കൂടി ഞാൻ നടന്നു, കാറ്റടിച്ചു കൂടെ മടങ്ങി. കൂടെയെല്ലാം കീറി മഴയെല്ലാം പെയ്തു, കടത്തിണ്ണ കേറി ഞാൻ രക്ഷപ്പെട്ടല്ലോ. അച്ചാച്ചൻ വന്നല്ലോ, പേർഷ്യേന്ന് വന്നല്ലോ, ഫോറിൻ കൂടെ കൊണ്ട് തന്നല്ലോ. ഹാലലിയ ഞെക്കുമ്പോ ചാടുമ്പോ ഉയരും, അച്ചാച്ചനൊന്നു ഞെക്കിക്കേ. അങ്ങനെ ഞങ്ങളെല്ലാവരും ഗോവയിലെ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് നേരെ മടങ്ങുകയാണ്. പക്ഷേ ഒരു കാര്യം വിട്ടുപോയില്ല കേട്ടോ, അതും ഇതിൻ്റെ ഒപ്പം കൂട്ടിച്ചേർത്തിട്ട് തന്നെയാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ എയർപോർട്ടിലെത്തി ഉടൻ തന്നെ ബോർഡിങ്ങും ചെക്കിങ്ങും അങ്ങനെ എല്ലാം കഴിഞ്ഞ് നേരെ ഫ്ലൈറ്റിലേക്ക് പോവുകയാണ്. ഈ ഇരുട്ടത്ത് ആർക്കും കാണാൻ പറ്റുന്ന പല പല കാഴ്ചകളാണ് കാഴ്ചകൾ എന്തൊക്കെ കാണുന്നു. നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 5-6 കറുത്ത ബൈക്ക് നടക്കുന്നുണ്ട്. 5-6 കറുത്ത ബൈക്കുകൾ. അജിത്തും വിട്ടുകൊടുത്തിട്ടില്ല. അവന്റെ ഉള്ളിലെ കലാകാരനെ പുറത്തെടുക്കുകയാണ് അവനും ചെയ്തത്. എല്ലാവരും ഗോവയിലേക്ക് വരാൻ തോന്നിയത് അത് വെറുതെ ചുമ്മാ രസമല്ലേ. കമ്പനിയുടെ അടുത്ത വർഷത്തെ പ്ലാൻ. അങ്ങനെ ഞങ്ങൾ പോയതുപോലെ തന്നെ തിരിച്ച് കൊച്ചി എയർപോർട്ടിൽ സേഫായിട്ടെത്തി. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു. സന്തോഷം.